അസ്സലാമു അലൈക്കും. സലാം കണ്ണൂരാണ്. ഒരു മിനിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്റെ പ്രിയ സുഹൃത്തിന്റെ സഹോദരി 16 വർഷമായിട്ട് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സഹോദരിയാണ്. 3 മക്കളാണ്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ആൺകുട്ടികൾക്ക് സ്ഥിര വരുമാനമായിട്ടില്ല. പെൺകുട്ടിയുടെ വിവാഹം റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ അവർക്കൊരു കയറി താമസിക്കാൻ നല്ലൊരു വീടില്ല. വീടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹം നല്ല രീതിയിൽ കഴിപ്പിച്ച് വിടാൻ പറ്റുള്ളൂ. യതീമായ മോളാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ് സഹോദരിയുടെ വീട്. നമ്മുടെ ഒരു കൈകോർക്കൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വീട് എന്നുള്ള സ്വപ്നം അത് സാക്ഷാത്കരിച്ചു കൊടുക്കാൻ ഇൻഷാ അല്ലാ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഉള്ള സഹായം ചെയ്തു കൊടുക്കണം. അതോടൊപ്പം തന്നെ മാക്സിമം ക്യാംസസി പോലുള്ള സംഘടനാ പ്രവർത്തകർ അതുപോലെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു ഷെയർ ബട്ടണിലൂടെ ആ സഹോദരിക്ക് ഒരു തണലാവുകയാണെങ്കിൽ, ആശ്വാസമാവുകയാണെങ്കിൽ അതും ഒരു വലിയൊരു പ്രതിഫലമാണ് ഇൻഷാ അല്ലാ. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ് വീട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം വരാൻ വേണ്ടി 2 പേരുടെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സഹോദരിയുടെ മഹല്ല് നിവാസിയുടെയും അതോടൊപ്പം തന്നെ സഹോദരിയുടെ വാർഡ് മെമ്പറായിട്ടുള്ള സോയ മേഡത്തിന്റെയും നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം, നേരിട്ട് പോയി അന്വേഷിക്കാം, എല്ലാം ചെയ്യാം ഇൻഷാ അല്ലാ. നിങ്ങളത് കൈവിടരുത്. ആ സഹോദരിയുടെ സമാധാനം, ആ സന്തോഷം, ഒരു വീട് എന്നുള്ളൊരു വീടായാൽ മാത്രമേ ആ പെൺകുട്ടിയുടെ വിവാഹമൊക്കെ കഴിപ്പിച്ച് നല്ല രീതിയിൽ അയപ്പിക്കാൻ പറ്റും. ആരോരും ഇല്ലാത്തവരാണ് ഇൻഷാ അല്ലാ. അതുകൊണ്ട് നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ എത്തണം ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാം. സഹോദരിയുടെ ഗൂഗിൾ പേ നമ്പർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട്. സഹായിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഈ ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും തക്കതായ പ്രതിഫലം പടച്ചവൻ നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും.